എൻ്റെ പേര് നസ്മിന. വീട് കോഴിക്കോട് മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത ഐലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. കോഴിക്കോട് സൗത്ത് ബീച്ച് ഭാഗത്താണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടറാണ്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് എഡ്യൂക്കേഷൻ, കുറച്ചുകൂടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, അതുപോലെയുള്ള കുറച്ച് പണികളൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഐലാബ് എന്ന് പറഞ്ഞാൽ ഇന്നൊവേഷൻ ലബോറട്ടറി, വേർ ഇന്നൊവേഷൻ ഹാപ്പൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ട്, സ്കിൽ ഹബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയും ഞങ്ങൾ കൂടുതൽ ഓൺട്രപ്രണേഴ്സിനെയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്നൊവേഷൻ സംഭവിക്കുന്ന ഒരിടം എന്നുള്ള രൂപത്തിലാണ് ഐലാബ് എന്നുള്ളൊരു പേരിടുന്നത്. ഇപ്പം ഞങ്ങൾ കുട്ടികളെ ബേസിക് എഡ്യൂക്കേഷൻ, അതായത് ഫൗണ്ടേഷണൽ സ്കിൽസ്, ലിറ്ററസി, ന്യൂമറസി പോലെയുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ലൈഫ് സ്കിൽ, സോഷ്യൽ ഇമോഷണൽ ലേണിംഗ്, അങ്ങനെയുള്ള കുറച്ച് കോമ്പണൻസ് ആണ്. ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ളൊരു ചൈൽഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഞങ്ങളിതിന് പേരിട്ടിരിക്കുന്ന ഫസ്റ്റത്തെ സ്റ്റേജ് തീരത്തുനിന്ന് വന്നു കഴിഞ്ഞ കുട്ടികൾ പിന്നെ കടൽ എന്ന് പറഞ്ഞ ഇൻ്റർവെൻഷൻ്റെ ഭാഗം. കടൽ ഇസ് ലൈക്ക് പരന്ന് കിടക്കുക. അവർ കുറേ മുങ്ങി തപ്പി അവരെ ഇൻട്രസ്റ്റുകളൊക്കെ അവർക്ക് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അടുത്തതൊരു ആഴം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അത് 8-9 എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് കുറച്ചുകൂടി അക്കാഡമിക്സിൽ കുറച്ചും കൂടെ ഒരു സൗണ്ട് ആയിട്ടുള്ള നോളജ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഉള്ള പ്രോഗ്രാംസാണ് ചെയ്യുന്നത്. അങ്ങനെ 10th വരെ അവർ അതിൻ്റെ പാർട്ടായിരിക്കും. ഏറ്റവും അവസാനത്തെ സെക്ഷൻ ഞങ്ങളിങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഞങ്ങൾ കണ്ടൊരു പേര് അക്കരെ എന്നാണ്. അപ്പോൾ അങ്ങനെ തീരം മുതൽ അക്കരെ വരെയുള്ള ഒരു ലോങ് ജേണിയാണ് കുട്ടികളുടെ കൂടെ. പിന്നെ രണ്ടാമത് 2024 ക്ലാപ്പ് എന്ന് പറഞ്ഞിട്ട് കോസ്റ്റൽ ലൈവ്ലിഹുഡ് ആക്സിലറേഷൻ പ്രോഗ്രാം, ഒരു 75 സ്ത്രീകളെ വെച്ചിട്ട് ഞങ്ങൾ പൈലറ്റ് ചെയ്തു. അതിനകത്തുനിന്ന് ഒരു 8-9 ഓൺട്രപ്രണേഴ്സ് ഡെവലപ്പായി. അവരുടെ എല്ലാവരെയും കൂടെ കോമൺ ആയിട്ടുള്ള ഊർമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഞങ്ങൾ ബിൽഡ് ചെയ്തു. ആ ബ്രാൻഡിനകത്ത് സെൻറ്റഡ് ക്യാൻഡിൽസ്, പിന്നെ ഈ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടുള്ള ബാഗ്, അങ്ങനെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾ ടുഗദർ ഈ ഇയറിൽ ഏകദേശം ഒരു 500-600 ആളുകളുമായിട്ടൊരു ഡെയിലി ഇൻട്രാക്ഷനും അവരുടെ ലൈഫുമായിട്ട് ഐലാബ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഏകദേശം ഒരു 2000-അടുത്തുള്ള കുട്ടികളെ നമ്മൾ പല പ്രോഗ്രാമുകളിലൂടെയും നമ്മൾ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റോറി തുടങ്ങുന്നത് ശരിക്കും ഞാനൊരു UP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ഒരു ഫൈനാൻഷ്യലി ഒന്നും ഭയങ്കര വലിയ നിലയിലില്ലാത്തൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, ആരുടെ അടുത്തൊന്നും അങ്ങനെ ഒരുപാട് അപ്രിസിയേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ, കാണാൻ നിറയില്ല, ബാപ്പൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഹൈറ്റ് ഇല്ല, ഇങ്ങനെ കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ, ലൈഫിൽ അങ്ങനെ ഒരു ഗോളില്ല. അപ്പോൾ അങ്ങനെ അത്ര ഒരു ഹാപ്പി അല്ലാത്ത പോലത്തെ ഒരു ലൈഫായിരുന്നു ആ സമയത്ത്. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അങ്ങനെ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്കൊരു പുതിയ മലയാളം മാഷ് വന്നു. അപ്പോൾ ഈ മാഷ് വന്നതിന് ശേഷം ഒരു ഉപന്യാസം ഞാൻ എഴുതാൻ പറഞ്ഞു, മലയാളം സെക്കൻഡ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് എഴുതി. മാഷ് എല്ലാവരുടെ പുസ്തകവും അത് വായിച്ചു നോക്കി. എന്നിട്ട് എനിക്ക് വെരി ഗുഡ് ഇട്ട് തന്നു. എന്നോടത് ക്ലാസ്സിൽ ഉറക്കെ വായിക്കാനും പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര അപ്രീസിയേഷനാണ്. അപ്പോൾ മാഷ് പറഞ്ഞു, നിനക്ക് നന്നായിട്ട് എഴുതുന്നുണ്ടല്ലോ, അപ്പം നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എവിടെയോ ഒരു റെക്കഗ്നൈസ്ഡ് ആയ പോലെയൊക്കെ തോന്നി. അങ്ങനെ മാഷ് നിർബന്ധിച്ചിട്ട് ഞാൻ ഉപന്യാസ മത്സരത്തിന് പങ്കെടുത്തു, പ്രസംഗ മത്സരത്തിന് പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ എനിക്ക് പതുക്കെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ശരിക്കും ഒരു പ്രാസംഗിക അല്ലെങ്കിൽ ഡിബേറ്റിനൊക്കെ പോകുന്ന ആൾ, അങ്ങനെയുള്ള ഒരു ഐഡൻറ്റിറ്റി ഒക്കെ ക്രിയേറ്റ് ആയി വന്നു. അപ്പം എനിക്കതൊരു ഭയങ്കര കോറായൊരു ബിലീഫായിരുന്നു. അന്ന് എൻ്റെ മലയാളം ഭാഷ പോലെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരാളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചത് അത് പറ്റുന്നത് മോട്ടിവേഷൻ സ്പീക്കേഴ്സിനാണ് എന്നുള്ളതാണ്. കാരണം ഞാനന്ന് കൂടുതലും കണ്ടിട്ടുണ്ടായതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായതും മോട്ടിവേഷൻ, അന്ന് അതൊരു ട്രെൻഡായിരുന്നു. അപ്പോൾ അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്നുള്ളതാണ്. അങ്ങനെ +1 ഞാൻ അഡ്മിഷൻ എടുത്തു. എഗെയിൻ ഒരു മലയാളം ടീച്ചർ, ആ മാഷും ഷെരീഫ് മാഷ് ഇപ്പോൾ ഫറൂഖ് ട്രെയിനിങ് കോളേജിൽ അധ്യാപകനാണ്. അപ്പോൾ മാഷ് ട്രെയിനിങ് ഒക്കെ എടുക്കാൻ പോകും. അപ്പോൾ മാഷ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോകുന്ന ട്രെയിനിങ്ങുകൾക്കൊക്കെ ചിലപ്പോൾ എന്നെയും കൂട്ടും. അപ്പോൾ എനിക്കൊരു കാര്യം, മാഷ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ എന്നോട് സംസാരിക്കാൻ പറയും. അങ്ങനെ പതുക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാഷ് പോകാത്ത ചില ചെറിയ പ്രോഗ്രാമുകളൊക്കെ എനിക്കും തരാൻ തുടങ്ങി. അപ്പോൾ +2 കഴിയുമ്പോഴേക്കും തന്നെ ഞാൻ കുറച്ചൊക്കെ എവിടെയൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്, കുട്ടിക്ക് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ളൊരു പ്രൊഫൈലൊക്കെ ബിൽഡ് ചെയ്തു. ഇപ്പോൾ ഡിഗ്രി എത്തുമ്പം ഒബ്വിയസ്ലി ഞാൻ ഫറൂഖ് കോളേജിലേക്ക് എത്തിയത്. അതൊരു വലിയ പ്ലാറ്റ്ഫോമായിരുന്നു. ഒരുപാട് എന്താ പറയുക, ഭയങ്കര വലിയ നല്ല ആളുകൾ, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ
2016 ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അന്ന് ഞാൻ സീഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന് എൻ്റെ ലൈഫ് പാർട്ട്ണറാണ്. അപ്പോൾ ആള് പരിചയപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് ഐ ലാബ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിന് പിന്നെ രൂപം കൊടുക്കുന്നത്. ശരിക്കും പലപ്പോഴും ഐ ലാബിനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആരുടെടുത്തെങ്കിലും ഷെയർ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഹോസ്റ്റൽ കമ്മ്യൂണിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, അവിടെയുള്ള ആളുകൾ ഭയങ്കര അങ്ങനെയാണ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും ചാരിറ്റി ആണല്ലേ ചെയ്യുന്നത്, അങ്ങനെയുള്ള രൂപത്തിലും നറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കുറഞ്ഞ കാലത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായത്, ഈ കോസ്റ്റ് ലൈനിലുള്ള ആളുകൾക്ക് ഒരു നമ്മളെവിടെയും കാണാത്ത തരത്തിലുള്ള ചില പൊട്ടൻഷ്യൽസ് ഉണ്ട്. പ്രശ്നം ശരിക്കും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൻ്റെതോ അല്ലെങ്കിൽ ഇവിടെയുള്ള കോസ്റ്റൽ കമ്മ്യൂണിറ്റിൻ്റെതോ ഇവിടുത്തെ ആളുകളതോ അല്ല, ഇവിടുത്തെ ഒരു മുഖ്യധാര സമൂഹത്തിൻ്റെതാണ് ആ പ്രശ്നം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പയ്യാനക്കല്ലാന്ന് പറയില്ല, കല്ലായി എന്ന് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കടപ്പുറാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് ഒരു ഫൈറ്റ് ഉണ്ടായാൽ പറയും ഓൻ കടപ്പുറത്തെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ക്ലാസ് റൂമിൽ നിന്ന് വരെ കുട്ടികളെ മാർജിനലൈസ് ചെയ്യും. വെച്ചാൽ ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത കടൽ പോലെ എന്ന് പറയാം, ശാന്തമായിരിക്കുന്ന സമയത്ത് വളരെ ശാന്തമായിട്ടിരിക്കും. അതായത് ശരിയല്ലാത്തതിനെ എതിർക്കാൻ നമ്മൾ പറയില്ലേ, സ്കൂൾ സിസ്റ്റത്തിൽ പലപ്പോഴും കുട്ടികൾ ബ്രോയിലർ കോഴികളെ പോലെ ആവുക, പ്രതികരണശേഷി നഷ്ടപ്പെടുക. പക്ഷെ ഞങ്ങളുടെ മക്കൾ അങ്ങനെയല്ല, അവരെപ്പോഴും ശരിയല്ലാത്തതിനെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും മുഖ്യധാര സമൂഹം മാറ്റി നിർത്തുന്നത് കടപ്പുറം എന്നുള്ളൊരു ലേബലിലാണ്. അപ്പോൾ അത് മാറേണ്ടതുണ്ട്. പകരം അത് ആ ഒരു ചിന്താഗതിയാണ് പലപ്പോഴും ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ പല ശേഷികളെയും റദ്ദാക്കുന്നത്. ചിലപ്പോൾ തോന്നും ഈ ചെയ്യുന്ന ഒന്നും ശരിക്കും ഇമ്പാക്റ്റ് ഒന്നും ആവുന്നില്ല, ഇത്രയൊന്നും ചെയ്തിട്ട് പോരാ, ഇതിനേക്കാളും ഒക്കെ ചെയ്യാനുണ്ട്, ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ല എന്നൊക്കെയുള്ള ചില നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ചിലപ്പം വരും. അങ്ങനെ വരുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു സ്റ്റോറി കമ്മ്യൂണിറ്റിയിൽ നിന്ന് കേൾക്കുന്നുണ്ടാവുക. അപ്പം ക്ലാപ്പ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ പ്രൊജക്റ്റിൽ കുറച്ച് വിമൺ ഓൺട്രപ്രണേഴ്സ് വന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ചുമ്മാ ഒരു പ്രോഗ്രാം നടത്തുക, ഒരു A4 ഷീറ്റ് കൊടുത്തു, ജസ്റ്റ് ഡിസൈൻഡ് ആയിട്ടുള്ള. അവരോട് പറഞ്ഞു നിങ്ങളെ സ്വപ്നങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ വെറുതെ ചുമ്മാ അതിനകത്ത് എഴുതുമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും എഴുതി കൊണ്ടു തന്നു. പക്ഷെ അതിലൊരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു, അതോടുകൂടിയൊക്കെ തീർന്നു. പറഞ്ഞ 75 സ്ത്രീകൾ എഴുതിയ സ്റ്റോറിനകത്തുള്ള കോമൺ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ കല്യാണമാണ്, അവർക്ക് ലൈഫിലൊരു സ്ട്രഗിളായി വന്നതെന്നുള്ളതാണ്. അങ്ങനെയുള്ള കുറേ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരുത്ത വന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ബ്രേസ്ലെറ്റ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിച്ചതാണ്, ഐ ലാബിൽ അവരൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ പ്രൊഡക്റ്റ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയ പൈസ കൊണ്ടാണ് അവരാദ്യം അവരുടെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒക്കെ കാണുന്ന സമയത്ത് അവർ പറയുന്ന സമയം ഞങ്ങളുടെ ലൈഫിൽ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിലോട്ട് പോവും, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും സമ്പാദിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ കുറേ സ്ത്രീകൾക്കൊക്കെ അതൊരു വോയിസ് ക്രിയേറ്റ് ചെയ്തു. അപ്പം അതൊക്കെ ഭയങ്കര പർപ്പസ് എനിക്ക് തോന്നിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഐ ലാബ് ഉണ്ടാക്കിയത് ഞാൻ ഒറ്റക്കല്ല, ഞാൻ അതിനുള്ളൊരു കാരണമായി പലപ്പോഴും അതിൻ്റെ ഒരു മുൻപിൽ തന്നെ നിൽക്കാൻ പറ്റി എന്നുള്ളത് മാത്രം. പക്ഷെ ഐ ലാബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാരുടെ എഫേർട്ടാണ്. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു സാധനം എൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ 4th സ്റ്റാൻഡേർഡിൽ നിന്നും 5th സ്റ്റാൻഡേർഡിൽ നിന്നൊക്കെ വന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മുമ്പിലൊരു ഹോപ്പുണ്ട്. അപ്പോൾ ആ ഹോപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്, ഞാനതിന് അക്കൗണ്ടബിൾ ആണ്. അപ്പം എനിക്കത് സമൂഹം ഇവിടെ നിർത്തി വെച്ച് പോകാൻ പറ്റില്ല, ഞാനതിനൊക്കെ ആൻസറബിൾ ആണ് എന്നുള്ളൊരു ഭയങ്കര ഉള്ളിലുള്ളൊരു ബോധം എനിക്കുണ്ട്. ഒരു സോഷ്യൽ റീ എൻജിനീയറിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുറച്ചുകൂടെ ബിഗറായിട്ടുള്ളൊരു വിഷനിലാണ് നിൽക്കുന്നത്. ഞാൻ കുറേ കാലം മുമ്പ് ഒരു കണ്ണൂർ ഭാഗത്ത് ഒരു പഞ്ചായത്താണ്, ആ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവിടെ പോയി. അപ്പോൾ അവർ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഉള്ള ആളോട് സംസാരിച്ചു. പക്ഷേ എങ്ങനെയാണ് ഇവിടുത്തെ സോഷ്യോ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു ആ നാട്ടിലുള്ള എല്ലാ ആളുകളും
വലിയ വലിയ പ്രൊഫഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഉള്ളതിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഭയങ്കര ക്ലീൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഒരു എപ്പോഴും കാണുന്ന ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ലിവിങ് സ്റ്റൈലുള്ള ആളുകൾ. അപ്പം ഞാനതിങ്ങനെ സംസാരിച്ചു എങ്ങനെയാണ് അത് ഫോം ചെയ്ത് വന്നതെന്നൊക്കെ സംസാരിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, കുറേ വർഷം മുമ്പ് ഒരു 10-25 വർഷം മുമ്പ് ഇവിടെ ഒരു NGO ഉണ്ടായിരുന്നു. അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിനുള്ള റിസൾട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇത്ര കൊല്ലം കഴിഞ്ഞപ്പം അന്ന് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ വലുതായി വന്നപ്പം ആണ് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്. അപ്പം ഞാനും ആഗ്രഹിക്കുന്നത് ഒരു 10-25 വർഷമൊക്കെ കഴിയുമ്പോൾ, ഇന്ന് ഈ വർഷം പൈലാവിൻ്റെ കൂടെ ഒരു 300 കുട്ടികളുണ്ട്, അടുത്ത വർഷം ചിലപ്പോൾ അത് 500-600 ആവും. അങ്ങനെ ഓവർ ദ ഇയർ ഈ ഒരു നാട്ടിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ സന്തോഷവും സമാധാനവും ഉള്ള, ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പൊട്ടൻഷ്യലിനെ യൂസ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള ആത്മവിശ്വാസമുള്ള ആളുകളും സെറ്റിൽമെൻറ്റുമായിട്ട് മാറുക എന്നുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഭയങ്കര വലിയ സമയത്തോട്ടേക്കുള്ള ഒരു ഡ്രീം.